ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 3-ാം ഞായർ. ഈ ഞായറാഴ്ച രണ്ട് രീതിയിൽ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് ജനുവരി മാസം 26-ാം തീയതി എല്ലാ ഭാരതീയരോടും ചേർന്ന് നമ്മുടെ റിപ്പബ്ലിക് ദിനം കൊണ്ടാടുകയാണ്. ഭാരതത്തിൻ്റെ ഭരണഘടന അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ രാജ്യം അതനുസരിച്ച് നീതിയും സമാധാനവും നിറഞ്ഞ, ക്ഷേമവും നിറഞ്ഞ നല്ല രാജ്യമായി വിരാജിക്കട്ടെ. നമ്മുടെ നേതാക്കളെയും നമ്മുടെ അധികാരികളെയും നമ്മുടെ ജനങ്ങളെയും മുഴുവനും സമർപ്പിച്ച് നമുക്ക് ഭാരതത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി സാർവത്രിക സഭയോട് ചേർന്ന് നമ്മൾ ഇന്ന് ദൈവവചനത്തിൻ്റെ ഞായർ കൊണ്ടാടുകയാണ്. 2019 സെപ്റ്റംബർ 30-ാം തീയതി ഫ്രാൻസിസ് പാപ്പ വിളംബരം ചെയ്തതനുസരിച്ചാണ് ആണ്ടുവട്ടത്തിലെ 3-ാമത്തെ ഞായർ എല്ലാ വർഷവും നമ്മൾ ഇപ്പോഴ് ദൈവവചനത്തിൻ്റെ ഞായറായിട്ട് ആചരിക്കുക, ആഘോഷിക്കുക. ദൈവവചനം വായിക്കുക, പഠിക്കുക, പ്രഘോഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും സാധിക്കണം എന്നുള്ള ശ്രദ്ധയോടെയാണ് പാപ്പ നമുക്ക് ഈ സുദിനം ദൈവവചനത്തിൻ്റെ ഞായർ അത് നമുക്കായി വിളംബരം ചെയ്ത് തന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവവചനം ഒരു വിധത്തിൽ ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് ദൈവവചനത്താലാണ്. ലോക ചരിത്രം നയിക്കപ്പെടുന്നത് ഈ ദൈവവചനത്താലാണ്. ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത് ദൈവവചനത്താലാണ്. മറ്റെല്ലാം ദൈവം പറഞ്ഞു അതിൻ്റെ ഫലമായി ഉണ്ടായി എങ്കിൽ മനുഷ്യനോ ദൈവം പ്രത്യേകം പറഞ്ഞു അതിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യനുണ്ടായത്. അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേക വചനത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യൻ ഉരുവായത്. ആ മനുഷ്യൻ എന്നും ദൈവവചനത്താൽ നിരന്തരം നിറയണം. ആ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ കണ്ടെത്തണം. ആ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ ജീവിതത്തെ സാക്ഷാത്കരിക്കുകയും വേണം. നമുക്കറിയാം ഈശോയാണ് മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ക്രിസ്തുവിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് ഈശോ. ദൈവവചനത്തിൻ്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലും പൂർണ്ണമായ അവതരണവും പൂർണ്ണമായ സാക്ഷാത്കാരവുമാണ് ഈശോ. ആ ഈശോയിലേക്ക് നിരന്തരം വളരേണ്ടവരാണ് നാം ഓരോരുത്തരും. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യബലിയിൽ നമ്മൾ കേൾക്കുന്ന ആ വചനഭാഗങ്ങൾ ഓരോന്നും നമ്മളുമായിട്ട്, മനുഷ്യജീവിതവുമായി ദൈവവചനത്തിനുള്ള ആ ബന്ധം, മനുഷ്യജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എടുത്ത് കാണിക്കുകയാണ്. ഒരു വിധത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്ന 3 ചോദ്യങ്ങളുണ്ട്. 1, ഞാൻ ആരാണ്? 2, ഞാൻ എന്തിനാണ്? 3, ഞാൻ എങ്ങനെയാണ്? ഈ 3 ചോദ്യങ്ങൾക്കും ദൈവമേകുന്ന പ്രത്യുത്തരമാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അത് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനം നമ്മൾ എന്തിനാണ് എന്ന് വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനം നമ്മൾ എങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്തും. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത് എസ്ര ഇസ്രയേൽക്കാരുടെ മുന്നിൽ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വായിച്ച് ആ ഉടമ്പടിയെ നവീകരിച്ച സംഭവമാണ്. നമുക്കറിയാം, ഇസ്രയേൽക്കാരുമായി ദൈവം ആദ്യം ഉടമ്പടി ചെയ്തത് സീനായി മലയിൽ വെച്ചാണ്. മോശയുടെ മധ്യസ്ഥതയിൽ അവിടെ വെച്ച് ഉടമ്പടി ചെയ്ത് ഇസ്രയേൽക്കാർ ദൈവത്തിൻ്റെ ജനമായി മാറി, ദൈവം അവരുടെ ദൈവമായി മാറി. അങ്ങനെ ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ട ആ ഒരു അനുഭവം, അതാണ് ഉടമ്പടിയുടെ അനുഭവം. അവിടെ ദൈവം അവർക്ക് ആ വാഗ്ദാനമേകി, അതോടൊപ്പം തന്നെ വ്യവസ്ഥയേകി. ആ വ്യവസ്ഥ പാലിക്കുമ്പോഴാണ്, അതിനെയാണ് നമ്മൾ നിയമം എന്ന് പറയുക, അത് പാലിക്കുമ്പോഴാണ് അവർ ദൈവജനത്തിൻ്റെ ആ അനുഭവം, അത് ആ വാഗ്ദാനത്തിൻ്റെ ആ അനുഗ്രഹം പ്രാപിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇസ്രയേൽക്കാർ എന്ത് ചെയ്തു? പലപ്പോഴും ആ ഉടമ്പടിയെ മറന്ന് അവർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ വെച്ച് പ്രിയപ്പെട്ടവരെ ജോഷുവ ആ ഉടമ്പടിയെ വീണ്ടും നവീകരിച്ചുകൊണ്ട് ആ ജനത്തെ, നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്,
ദൈവത്തിൻ്റെ സംരക്ഷണയിലും കൃപയിലും ജീവിക്കുന്നവരാണ്, നിങ്ങൾ ദൈവേഷ്ടം നിറവേറ്റി ജീവിക്കേണ്ടവരാണ് എന്ന് ബോധപ്പെടുത്തി. എന്നാൽ അവിടെയും പ്രിയപ്പെട്ടവരെ, അവർ ആ ദൈവത്തെ മറന്നു, ദൈവത്തെ മാറ്റിവെച്ചു, ദൈവത്തെ മറുത്തു. അതിനെയാണല്ലോ പാപം എന്ന് പറയുക. അപ്പോഴേക്കും എന്തുപറ്റി? അവർക്കുണ്ടായിരുന്നതെല്ലാം തകിടം മറിയുക. ബാബിലോണ്യക്കാർ വന്ന് അവരെ കീഴടക്കി, ദേവാലയം എല്ലാം നശിപ്പിച്ചു, രാജാവിനെപ്പോലും നാടുകടത്തി, ആ രാജ്യത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളെയും നാടുകടത്തി. അങ്ങനെ ബാബിലോണിലേക്ക് അവർ പ്രവാസത്തിലായി. ആ ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് സൈറസ് ബാബിലോണിയക്കാരെ പേർഷ്യക്കാർ കീഴടക്കിയപ്പോൾ സൈറസ് ഇസ്രായേൽക്കാർക്ക് തിരിച്ചു വരാൻ അനുമതി കൊടുത്തു. അങ്ങനെ അവർ തിരിച്ചു വന്നു. ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴും പ്രിയപ്പെട്ടവരെ, അവിടെ അവർ ദേവാലയം പുതുക്കിപ്പണിതു, ദേവാലയത്തിൻ്റെ മതിലുകൾ പുതുക്കിപ്പണിതു. അവർ പുതിയ ഒരു ജനമായി മാറുമ്പോൾ അവർക്ക് തങ്ങൾ ആരാണ് എന്നുള്ള കാര്യം ഒരു വിധത്തിൽ അവർ മറന്നിരിക്കുക. അവരെ അതിനെക്കുറിച്ച് ബോധപ്പെടുത്താൻ വേണ്ടി ആണ് എസ്ര അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ മുമ്പിൽ ഈ ഉടമ്പടി ഗ്രന്ഥം, അതാണ് തോറ എന്ന് പറയുന്നത്, നിയമഗ്രന്ഥം, അത് വായിച്ച് ജനമെല്ലാം ശ്രദ്ധയോടെ അത് കേട്ടു. എന്നിട്ട് അവരോ ഞങ്ങൾ അതനുസരിച്ച് ജീവിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് ദൈവമായിട്ടുള്ള ഉടമ്പടിയെ നവീകരിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ ഒന്നാമത്തെ വായന ബോധപ്പെടുത്തുന്നത് ഇസ്രയേൽ ജനം തങ്ങൾ ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. അവർക്ക് തങ്ങൾ ദൈവത്തിൻ്റെ ജനമാണെന്ന്, തങ്ങൾ ഒരു ഉടമ്പടി ജനമാണെന്ന്, തങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന്, ദൈവം തങ്ങളുടെ സ്വന്തമാണെന്ന് അവർ ബോധപ്പെടുക. പ്രിയപ്പെട്ടവരെ, ആ ഉടമ്പടി അനുഭവത്തിലൂടെ, ഉടമ്പടി നവീകരണ അനുഭവത്തിലൂടെ. അപ്പോൾ ഒന്നാമത്തെ വായന ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആരാണെന്ന് നമുക്ക് വചനത്തിലൂടെ കണ്ടെത്താൻ പറ്റും. നമ്മുടെ ചരിത്രമൊക്കെ, നമ്മുടെ മുൻ അനുഭവങ്ങളൊക്കെ, നമ്മുടെ പൂർവികരുടെ കാര്യമൊക്കെ പ്രിയപ്പെട്ടവരെ അവിടെ വെളിവാക്കിക്കൊണ്ട് നമ്മുടെ ഒരു വിധത്തിൽ നമ്മുടെ ഇന്നലകളെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ആരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ബോധപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോഴോ അത് ഒരു വിധത്തിൽ നമ്മൾ എന്തിനാണ് എന്നുള്ള യാഥാർത്ഥ്യം, താൻ എന്തിനാണെന്നുള്ള യാഥാർത്ഥ്യം ഈശോ ബോധപ്പെടുത്തിയ അനുഭവമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഈശോ സ്വന്തം നാട്ടിലേക്ക് വന്നു, പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ചു. എന്നിട്ട് അവിടെ വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 61-ാമത്തെ 1-2 വാക്യങ്ങൾ ഈശോ വായിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അവിടുന്ന് പ്രബോധനമേകാൻ തുടങ്ങി. അവിടുന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഞാനാണ് മിശിഹ എന്ന് ഈശോയോട് വിളംബരം ചെയ്യുക. ഞാൻ വന്നത് എന്തിനാണെന്നറിയാവോ? ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ, അന്ധർക്ക് കാഴ്ചയേകാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനമേകാൻ, കർത്താവിന് പ്രസാദകരമായ വത്സരം, അതായത് ജൂബിലി വത്സരം പ്രഖ്യാപിക്കാൻ. ജൂബിലി വർഷത്തിലൂടെ എല്ലാ പാപവും മോചിക്കപ്പെടുക, അടിമകൾ വിമോചിപ്പിക്കപ്പെടുക, നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടും കിട്ടുക. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം വീണ്ടും തന്നുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അനുഭവം സൃഷ്ടിക്കുന്നവനായി, ദൈവരാജ്യ അനുഭവം ഏകുന്നവനായി താൻ തൻ്റെ ദൗത്യം നിറവേറ്റാൻ ആരംഭിക്കുകയാണ് എന്ന് ഈശോ വെളിവാക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് നമ്മൾ ബൈബിൾ വായിക്കണം. യെരമ്യാ പ്രവാചന പുസ്തകത്തിൽ 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവാചകൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ബോധപ്പെടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ. അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിത ദൗത്യത്തെക്കുറിച്ച് ബോധപ്പെടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും ഈ ലോകത്തിൽ നമ്മൾ എന്തിനാണ് എന്ന്. നമ്മൾ ജനിക്കും മുമ്പ്, അല്ല ലോക സ്ഥാപനത്തിന് മുമ്പേ, നമ്മൾ എഫേസ്യർ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കും പോലെ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ പ്രത്യേകമായി വിളിക്കപ്പെട്ടവരാണ് നമ്മളെക്കുറിച്ചുള്ള. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ലോകത്തിൽ എന്ന് പ്രിയപ്പെട്ടവരെ, എന്ത് ദൗത്യമാണ് നാം നിറവേറ്റേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്നെല്ലാം വെളിവാക്കുക ദൈവത്തിൻ്റെ വചനം. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലൂടെ വെളിപ്പെടുന്നത്. അപ്പം ബൈബിൾ മുഴുവനും ഒത്തിരി വാഗ്ദാനങ്ങളാണ്. ഓരോ ദിവസത്തേക്കും വേണ്ടിയുള്ള വാഗ്ദാനം ബൈബിളിലുണ്ട് പ്രിയപ്പെട്ടവരെ.
ആ വാഗ്ദാനങ്ങൾ മാതാവിനോട് എലിസബത്ത് പറയുന്നില്ലേ, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനാണ് എന്ന് ദൈവം നമുക്ക് വെളിവാക്കുക, എന്ത് അനുഗ്രഹത്താൽ നമുക്ക് നിറയപ്പെടാൻ പറ്റും എന്ന് അവിടെ വെളിവാക്കപ്പെടുക. എന്നിട്ട് മൂന്നാമത്തെ ചോദ്യം, നമ്മൾ എങ്ങനെയാണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സങ്കീർത്തനത്തിലും അതേപോലെ രണ്ടാമത്തെ വായനയിലും നമുക്ക് ലഭിക്കുക. ഒന്നാമത്തെ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താണെന്നറിയാവോ? ഇതാ, എൻ്റെ ജീവിതം മുഴുവനും ദൈവവചനത്താൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ കണ്ണിൽ പുതിയൊരു കാഴ്ച വരുന്നു. എൻ്റെ മനസ്സിലൊരു വിജ്ഞാനം നിറയുന്നു. എൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറയുന്നു. എൻ്റെ ആത്മാവിൽ ചൈതന്യം നിറയുന്നു. എല്ലാം ദൈവവചനത്തിലൂടെയാണ്. അങ്ങനെ ദൈവവചനത്താൽ നവീകരിക്കപ്പെടുന്ന ഒരു ജീവിതം, ദൈവവചനത്താൽ നയിക്കപ്പെടുന്ന നവീകരിക്കപ്പെടുന്ന ഒരു ജീവിതം, അതാണ് എൻ്റെ ഇന്നത്തെ ജീവിതം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവവചനം നമ്മുടെ ഇന്നലെ ബോധപ്പെടുത്തി നമ്മൾ ആരാണെന്ന് നമുക്ക് വെളിവാക്കി തന്നു. ദൈവവചനം നമ്മുടെ നാളെ വെളിപ്പെടുത്തി നമ്മൾ എന്തിനാണ് എന്ന് വെളിപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ ഇന്ന് എങ്ങനെ നമ്മുടെ ജീവിതം ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിവാക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുക. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക എന്താണ്? ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ അവയവത്തിനും പ്രത്യേകമായ ധർമ്മമുണ്ട്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള ദാനങ്ങളും വരങ്ങളും നൽകിയിട്ടുണ്ട്. ആ വരങ്ങളെല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് വളർത്തണം, അത് ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നമ്മുടെ സമൂഹത്തിൻ്റെ വർധനയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി. നാം ആരും നമുക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, പരസ്പരം മത്സരിക്കേണ്ടവരല്ല, നമ്മൾ സ്വാർത്ഥരായി മാറേണ്ടവരല്ല, അഹങ്കരിക്കേണ്ടവരല്ല. പിന്നെയോ നമ്മളെല്ലാവരും ഒരേ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെ പരസ്പരം ബന്ധപ്പെട്ടവരാണെന്ന് ബോധപ്പെടാനും നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം നിറവേറ്റിക്കൊണ്ട് ആ ധർമ്മം എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുവാനും നമുക്കൊക്കെ സാധിക്കണം. നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യാൻ പോകണ്ട. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോഴാണല്ലോ ഒന്നുകിൽ അസൂയപ്പെടുന്നത് അല്ലെങ്കിൽ അഹങ്കരിക്കുന്നത്. താരതമ്യം വേണ്ട. നമ്മളെല്ലാം ബന്ധപ്പെട്ടവരാണെന്നും നമുക്ക് ഓരോരുത്തർക്കും നിറവേറ്റാൻ ഒരു ധർമ്മമുണ്ട് എന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധപ്പെടാം. നമ്മളാരും വെറുതെ ഇരിക്കേണ്ടവരല്ല, മറ്റുള്ളവരെല്ലാം ചെയ്തോട്ടെ എന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ല. നമുക്ക് ഓരോരുത്തർക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട്, ശക്തി തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നിട്ടുണ്ട്. നമ്മൾ അത് നന്നായിട്ട് ഉപയോഗിച്ച് അലസത വെടിഞ്ഞ് ധീരതയോടെ, ധൈര്യത്തോടെ, ഉണർവോടെ, പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്വ ബോധത്തോടെ, നിസ്വാർത്ഥതയോടെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ആകാൻ, സമൂഹത്തിന് വേണ്ടി ആകാൻ സാധിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ നമുക്ക് ശുശ്രൂഷ ചെയ്യും. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ശരീരം മുഴുവനും ആരോഗ്യം നിറഞ്ഞതാകും. നേരെ മറിച്ച് ഏതെങ്കിലും അവയവം അത് തൻ്റെ കടമ നിറവേറ്റാതിരുന്നാലോ ശരീരം വികലാംഗമായി പോകില്ലേ? അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ, എൻ്റെ തലയാണല്ലോ ഈശോ, എൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ വികലാംഗമാക്കല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റാം. ദൈവം നമുക്ക് തന്ന കഴിവുകൾ, വരങ്ങൾ, കൃപാവരങ്ങൾ, ശക്തി, ദൈവിക ശക്തി നമുക്ക് കണ്ടറിഞ്ഞ് അത് വളർത്തി പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി ജീവിക്കാം. സ്നേഹിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, പ്രത്യാശയോടെ ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവവചനം എന്നും നമ്മളെ നയിക്കട്ടെ, ഭരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രമായി, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രതിഷ്ഠിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ കേന്ദ്രമായും നമ്മൾ തിരുഹൃദയത്തിൻ്റെ പടം വെച്ചിട്ടില്ലേ, അവിടെ ഈ ബൈബിളും നമ്മൾ പ്രത്യേകമായി പ്രതിഷ്ഠിക്കണം. ഓരോ ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ടും ബൈബിളിൽ ഒരു ചെറിയ ഭാഗമെങ്കിലും വായിക്കണം. ബൈബിളിലെ ഒരു വാക്യമെങ്കിലും ഓർത്തിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നുകരാം. ആ ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് കണ്ടെത്താം. ആ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവദൗത്യം നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാവർക്കും അനുഗ്രഹമായി ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ സുദിനത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസകളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.